നമസ്കാരം. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ന്യൂസ് മലയാളം പ്രീപോൾ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേ ഫലങ്ങൾ പുറത്തുവിടുകയാണ്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നിൽ മലയാളി മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു? രണ്ടാം തുടർഭരണവും കടന്ന് മൂന്നാം ഭരണം എന്ന രാഷ്ട്രീയ ഇതിഹാസം LDF രചിക്കുമോ? 10 വർഷത്തെ ഇടത് ഭരണത്തിലെ ഏകതാനതയുടെ രാഷ്ട്രീയ ഗുണഭോക്താവായി UDF മാറുമോ? നേമത്ത് പൂട്ടിയ അക്കൗണ്ട് BJP ഇത്തവണ തുറക്കുമോ? കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഇപ്പോൾ ആരാണ്? കേരളത്തിലെ ഓരോ സാമുദായിക വിഭാഗങ്ങളുടെയും രാഷ്ട്രീയ ആഭിമുഖ്യം ആരോടാണ്? ഇത്തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ശാസ്ത്രീയമായ സർവേയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ന്യൂസ് മലയാളം. ഇന്നും നാളെയുമായി ന്യൂസ് മലയാളം അത് വെളിപ്പെടുത്തുന്നു. കേരളം ആർക്കൊപ്പം? നമസ്കാരം. ന്യൂസ് മലയാളം പ്രീപോൾ സർവേയിലേക്ക് സ്വാഗതം. അങ്ങേയറ്റം ശാസ്ത്രീയമായ സാമ്പിളിങ്ങിലൂടെ തയ്യാറാക്കിയത് എന്നതാണ് ഈ സർവേയുടെ പ്രത്യേകത. എല്ലാ ജില്ലകളുടെയും ജനസംഖ്യാ അനുപാതം പാലിച്ച് മതസാമുദായിക ഘടനയുടെ പരിച്ഛേദമായ സാമ്പിളിംഗാണ് ഈ സർവേക്ക് ന്യൂസ് മലയാളം ആശ്രയിച്ചത്. അണുവിട തെറ്റാത്ത മെത്തഡോളജിയാണ് സർവേയിൽ ഞങ്ങൾ അനുവർത്തിച്ചത്. ഇതേക്കുറിച്ച് ആദ്യം തന്നെ വിശദീകരിക്കാൻ നമ്മോടൊപ്പം സർവേ വിദഗ്ധനും സെഫോളജിസ്റ്റുമായ PG അനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ PG അനിൽ, എത്രമാത്രം സമഗ്രമായ ഒരു സാമ്പിളിംഗ് ആണോ അതോ സാമ്പിളിംഗ് ആണ്, അതോടൊപ്പം തന്നെ മെത്തഡോളജി ഏത് നിലക്കാണ് നമ്മൾ അനുവർത്തിച്ചതെന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഡാറ്റയിലേക്ക് കടക്കുമ്പോൾ അവർക്കത് സഹായകരമാകും. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഓക്കെ സനീഷ്, നമ്മുടെ തികച്ചും മുൻവിധികളില്ലാത്ത തികച്ചും ശാസ്ത്രീയമായ രീതികളിലൂടെ നടത്തുന്ന ഒരു രാഷ്ട്രീയ വിശകലനം എന്ന രീതിയിലാണ് ഈ സർവേ, ഈ പഠനം നടന്നിരിക്കുന്നത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന മെത്തേഡാണ് ഈ സർവേക്ക് വേണ്ടി സ്വീകരിച്ചത്. ഇവിടെ അനുവർത്തിച്ചിരിക്കുന്ന രീതി ഹർഷൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള കൃത്യമായ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു കവറേജ് വരുന്ന രീതിയിലാണ് സാമ്പിൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ സ്ഥിര മണ്ഡലങ്ങളെന്നും അസ്ഥിര മണ്ഡലങ്ങളെന്നും തരംതിരിക്കുകയാണ് ആദ്യമായി ചെയ്തത്. സ്ഥിര മണ്ഡലങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ഒരേ മുന്നണിയെ മാത്രം വിജയിപ്പിക്കുന്ന സ്വഭാവമുള്ള, രാഷ്ട്രീയ സ്വഭാവമുള്ള മണ്ഡലങ്ങളെയാണ് സ്ഥിര മണ്ഡലങ്ങൾ എന്ന രീതിയിൽ പെടുത്തിയിരിക്കുന്നത്. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ മുന്നണികളെ ജയിപ്പിച്ച മണ്ഡലങ്ങളെ അതിന് രാഷ്ട്രീയ സ്വഭാവം പരിഗണിച്ച് അസ്ഥിര മണ്ഡലങ്ങൾ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയത്. ഇതാണ് ആദ്യത്തെ ഒരു തരംതിരിവ്. അതിനുശേഷം 60 മണ്ഡലങ്ങളാണ് കേരളത്തിലാകെ തിരഞ്ഞെടുത്തത്. 20 സ്ഥിര മണ്ഡലങ്ങളും 40 അസ്ഥിര മണ്ഡലങ്ങളുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഓരോ മണ്ഡലത്തിലും 4 വീതം തദ്ദേശ സ്ഥാപനങ്ങൾ ഈ സർവേക്കായി തിരഞ്ഞെടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും 4 വീതം വാർഡുകളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും കൃത്യമായ ഒരു സംയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം വരുന്ന രീതിയിലാണ് സാമ്പിൾ ഇവിടെ ഈ സർവേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും വലിയ പ്രത്യേകത, ഓരോ വാർഡിലും, ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 4 വീതം വാർഡുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഓരോ വാർഡിലും 20 വീതം സാമ്പിളുകളാണ് സെലക്ട് ചെയ്തത്. ഈ സാമ്പിൾ സെലക്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായും വീടുകളിൽ ചെന്ന് അവിടുന്ന് സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ ചെറുപ്പക്കാർ, പ്രായമായവർ, അങ്ങനെ വിവിധ തരത്തിലുള്ള സെഗ്മെൻറ്റുകൾക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലാണ് വീടുകളിൽ നിന്നാണ് ഈ സർവേ ശേഖരിച്ചിരിക്കുന്നത്, സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നത്, പ്രതികരണം ആരാഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടിയ, കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വമുള്ള പ്രതികരണങ്ങളാണ് ഈ സർവേയുടെ ഭാഗമായി കളക്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നത്. ഇതാണ് സർവേയുടെ ഒരു പൊതുവായ രീതി. ഇതിനകത്ത് മനസ്സിലാക്കുന്നത് 14 ജില്ലകളിൽ നിന്നായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 60 മണ്ഡലങ്ങളിൽ സെൻസസിന് ആനുപാതികമായ രീതിയിലുള്ള സ്ത്രീ പുരുഷ പ്രാതിനിധ്യം, അതുപോലെ ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ വിവിധ ഏജ് ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം, ഇതെല്ലാം ഈ സർവേയുടെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുൻവിധിയില്ലാതെ അല്ലെങ്കിൽ ഒരു സമഗ്രമായ രാഷ്ട്രീയ വിശകലനം, സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ വിശകലനം എന്ന രീതിയിലാണ് ന്യൂസ് മലയാളം ഈ സർവേ സംഘടിപ്പിച്ചതായി മനസ്സിലാക്കുന്നത്. ശരി PG അനിൽ, ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് വിശദാംശങ്ങൾ കൊടുക്കാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഹർഷ, അതായത്
60 മണ്ഡലങ്ങൾ കൃത്യമായിട്ട് ജനസംഖ്യാനുപാതികമായിട്ട് കൂടുതലുള്ളവരുടെയും പ്രായം കുറഞ്ഞവരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാ സബ്സെക്ഷനിലും പെട്ട ആളുകളോട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള മെത്തഡോളജി പ്രകാരം തയ്യാറാക്കിയ ഒരു സർവേയുടെ വിശദാംശങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇരു മുന്നണികൾക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നിന്നിരിക്കുന്ന പ്രവർത്തകർക്കുമൊക്കെ തന്നെ ഒരു ആകാംക്ഷ ഉണ്ടാകും അല്ലേ? നമുക്ക് അതിനകത്തേക്ക് വിശദമായിട്ട് കടക്കാൻ തോന്നും. ആകാംക്ഷ ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, അത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ സർവേ ഒന്നാം ഘട്ട സർവേയാണ്. ഒന്നാം ഘട്ട സർവേയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഒന്നാം ഘട്ട സർവേയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു. ഇതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും കൃത്യമായ ഒരു ഘട്ടം കൂടിയുണ്ട്. അത് വരുന്ന ശനിയാഴ്ച 4-ാം തീയതിയാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിനെ ഒരു മൂഡ് ഓഫ് സ്റ്റേറ്റ് സർവേ എന്നുള്ള നിലയ്ക്ക്, മൂഡ് ഓഫ് സ്റ്റേറ്റ് സർവേ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ വരുന്ന ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും അല്ലെങ്കിൽ അതിന് കിട്ടിയ റിസൾട്ടിനെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതാണ്, അതായത് നമ്മൾ എന്തുകൊണ്ട് അടുത്ത ആഴ്ച രണ്ടാം ഘട്ടത്തിൽ കുറെ കൂടെ സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കുറെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്ന കാര്യം നമുക്ക് ഈ സർവേയുടെ അവസാന സമയത്ത്, അതായത് ആദ്യത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആദ്യം തന്നെ അതിതാണ് മൗലികമായിട്ടുള്ള ചോദ്യം. രണ്ടാം പിണറായി സർക്കാരിനെ, ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിലെ ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കത് കാണാം. അതായത് ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വളരെ മികച്ചതാണ് എന്ന് അഭിപ്രായം രേഖപ്പെടുന്നവർ 20.20% പേരാണ്. മികച്ചത് എന്ന അഭിപ്രായം 26.50% പേർക്കുണ്ട്. നമുക്ക് കാണാം, വളരെ മികച്ചതും ചേർന്നാണ് ആ കാണുന്നത്. ശരാശരി എന്ന അഭിപ്രായം, ഈ സർക്കാർ ഒരു ശരാശരി സർക്കാരാണെന്ന അഭിപ്രായമുള്ള ആളുകൾ 29.20% പേരാണ്. മോശം എന്ന അഭിപ്രായം, ഈ സർക്കാർ മോശമാണ് എന്ന അഭിപ്രായം 14.70% പേർക്കുണ്ട്. വളരെ മോശമാണ് ഈ സർക്കാർ എന്ന അഭിപ്രായം 5.90% പേർക്കുണ്ട്. ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 3.40% പേര് അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു, അഭിപ്രായമില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ഇതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇതിനകത്ത് ഇതൊന്നുകൂടെ വിശദീകരിച്ച് നോക്കിയാൽ ഹർഷ, അതായത് സർക്കാരിനോടുള്ള പൊതുവിലയിരുത്തൽ നമ്മൾ ഒന്നുകൂടെ സമഗ്രമാക്കിയാൽ ഈ കാണുന്നത് തന്നെ മറ്റൊരു വിധത്തിൽ നമ്മൾ നോക്കുകയാണ്. നല്ലത് എന്ന അഭിപ്രായം നമ്മളോട് പ്രതികരിച്ച ആളുകളിൽ 46.70% പേര് 46.70% പേര് രണ്ടാം പിണറായി സർക്കാർ നല്ലതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ശരാശരി എന്ന അഭിപ്രായം 29.20% പേർക്കുണ്ട്. മോശം, ഈ സർക്കാർ മോശമാണ് രണ്ടാമത്തെ പിണറായി സർക്കാർ എന്ന അഭിപ്രായമുള്ളത് 20.60% പേർക്കാണ് എന്നതാണ് വളരെ 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 കാര്യമായിട്ട് പരിശോധിക്കേണ്ടുന്ന ഒരു കണക്കാണത്. തീർച്ചയായും. പക്ഷേ ഇത് അന്തിമ ഫലത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഇങ്ങനെയാണോ പ്രതിഫലിക്കുക എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും ഈ സർക്കാർ, ഒന്നാം സർക്കാരിന് ശേഷം രണ്ടാം സർക്കാർ വരുമ്പോൾ അത് അസ്വാഭാവികമായ ഒന്നാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെ രണ്ടാമത്തെ സർക്കാർ വരുമ്പോഴും നല്ലത് എന്നുള്ള ഒരു വിലയിരുത്തലിൽ നിന്നാണ് ആ കടന്നുപോക്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മൂന്നാം ടേമിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. സർക്കാരിനെ പൊതുവെ വിലയിരുത്തുമ്പോൾ തിരക്കേടില്ല എന്ന മട്ടിലുള്ള, അല്ലെങ്കിൽ കൊള്ളാം എന്നുള്ള വിലയിരുത്തൽ പൊതുവെ ഉണ്ടാകുമ്പോൾ ഓരോ വിഷയങ്ങളും ഇഴകീറി പരിശോധിക്കുമ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ടേബിൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സ്ത്രീകളിൽ 20.3% പേരാണ് വളരെ മികച്ചതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞത്. മികച്ചത് എന്ന് 28.6% പേരാണ് പറഞ്ഞത്. ശരാശരി എന്ന് 31.5% പേരും, മോശമെന്ന് 12.2% പേരും, വളരെ മോശമെന്ന് 3.9% പേരും പറഞ്ഞിരിക്കുന്നു എന്നതാണ്. പുരുഷന്മാരിൽ 20.2% പേർ വളരെ മികച്ചതെന്ന് പറയുമ്പോൾ 25.4% പേർ മികച്ചതെന്നും 27.9% പേർ ശരാശരി എന്നും മോശമെന്ന് 16.1%, വളരെ മോശമെന്ന് 1.1% പറയുന്നു. ഇതിൽ അഭിപ്രായമില്ലാത്തവർ ഈ രണ്ട് ഗണത്തിലും 3.5, 3.4 എന്ന ശതമാന കണക്കുകളിലുണ്ട് എന്നുള്ളത് ഓർക്കണം. ട്രാൻസ്ജെൻഡേഴ്സിനെ നോക്കിയാൽ വളരെ മികച്ചതെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ മികച്ചതെന്ന് 42.9% പേർ പറയുന്നു. ശരാശരി എന്ന് 28.6% പേർ പറയുന്നു. മോശമെന്ന് ആരും പറയുന്നില്ല, പക്ഷേ വളരെ മോശമെന്ന് 28.6% പേർ പറയുന്നു ട്രാൻസ്ജെൻഡേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുചിത്രം. സനീഷ, ആ നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ സൂക്ഷ്മമായി ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടത്, പ്രായം കൂടി നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവിധ പ്രായക്കാർ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ടേബിൾ കൂടി നമുക്ക് വളരെ വേഗത്തിൽ പരിശോധിക്കാം. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർ 24% പേർ വളരെ മികച്ചതെന്ന് പറയുന്നു. മികച്ചതെന്ന് 27.2% പേർ പറയുന്നു. ശരാശരി എന്ന് 28.8% പേർ പറയുന്നു. മോശമെന്ന് 10.3% പേർ. വളരെ മോശമാണ് ഈ സർക്കാർ എന്ന് 4.3% പേരും, ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമില്ല എന്ന് 5.4% പേരുമാണ് പറയുന്നത്. 26 മുതൽ 35 വരെയുള്ള അടുത്ത ഏജ് ഗ്രൂപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ
20.4% പേർ വളരെ മികച്ചതെന്ന് പറയുന്നു. 27% പേർ മികച്ചതെന്ന് പറയുന്നു. 28.6% പേർ ശരാശരി എന്ന് പറയുന്നു. 15.1% പേർ മോശമെന്ന് പറയുന്നു. 5.9% പേർ വളരെ മോശമെന്ന് പറയുന്നു. അഭിപ്രായമില്ലാത്തവർ 2.9%. ഇനി അടുത്ത ഏജ് ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാം. 36 മുതൽ 45 വയസ്സ് വരെയുള്ള, അതായത് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ വോട്ട് ചെയ്തവരാണ് 26, 36 ഈ ഗണത്തിലെല്ലാം പെടുന്നവർ. അപ്പോൾ ഈ 36.45% നോക്കിയാൽ 18.9% പേർ വളരെ മികച്ചതെന്ന് പറയുന്നു. അതായത് ശ്രദ്ധിക്കേണ്ടത്, പ്രായം കൂടുന്തോറും മികവിനെക്കുറിച്ചുള്ള അഭിപ്രായം കുറയുന്നു എന്നുള്ള കൗതുകകരമായ കാഴ്ച ഇവിടെ കാണാം. മികച്ചത് എന്നത് 27% പേരാണ് പറയുന്നത്. അതേസമയം ശരാശരി എന്ന് 29.9% പേരാണ് പറയുന്നത്. മോശമെന്ന് 14.9, വളരെ മോശമെന്ന് 6.5, അഭിപ്രായമില്ലാത്തത് 2.8. ഇനി 46 മുതൽ 60 വയസ്സ് വരെയുള്ളവരിൽ 18.5% വളരെ മികച്ചതാണ്. 25.7% മികച്ചതാണ്. 30.8% ശരാശരിയാണ്. 15.9% മോശമാണ്. 6.1% വളരെ മോശമാണ്. അഭിപ്രായമില്ലാത്തവർ 3%. ഇനി 60 വയസ്സിന് മുകളിലുള്ളവർ, സനീഷ, അതായത് പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. 60 വയസ്സിന് മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവരാണ്. 22.8% പേർ വളരെ മികച്ചതെന്ന് പറയുന്നു. 25.6% പേർ മികച്ചതെന്ന് പറയുന്നു. 25.5% പേർ ശരാശരി എന്ന് പറയുന്നു. 15.1% പേർ മോശം എന്ന് പറയുന്നു. വളരെ മോശമെന്ന് 6% പേരാണ് വളരെ മോശമെന്ന് പറയുന്നത്. അതിൽ അഭിപ്രായമില്ലാത്തവർ 4.9% പേരാണ്. മൊത്തം കണക്ക് നമ്മൾ ഒരു ഘട്ടത്തിൽ പരിശോധിച്ചതാണ് സനീഷ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊതുചിത്രം. അതായത് പ്രായം കൂടുന്തോറും അഭിപ്രായം മാറി വരുന്നു എന്നുള്ള ഒരു കൗതുക കാഴ്ച നമുക്ക് കാണാം. അല്ല, പ്രായം കൂടുന്തോറും അഭിപ്രായം മാറി വരിക അല്ല, യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർക്കും പ്രായം കൂടിയവർക്കും സർക്കാരിനെ പറ്റി മികച്ച അഭിപ്രായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതായത് അത് ഒന്നുകൂടെ നോക്കി പൂക്കികളുടെ മനസ്സിലെന്ത് നമ്മൾ പറഞ്ഞ 18 വയസ്സിന് മുകളിലേക്കുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യം എങ്ങനെയാണ്. അവരിൽ വളരെ നല്ലത് എന്ന് പറയുന്നത് 24% പേരാണ്. നല്ലത് എന്ന് പറയുന്നത് 27.20%. ശരാശരി എന്ന് പറയുന്നത് 28.80% പേരാണ്. മോശം എന്ന് 10.30% പേർക്ക് അഭിപ്രായമുണ്ട്. വളരെ മോശം ഈ സർക്കാർ എന്ന അഭിപ്രായം 4.30% പേർക്കുണ്ട്. അഭിപ്രായം പറയാത്തവർ 5.40%. ഇത് മാത്രമല്ല, നമുക്ക് പ്രായ കൂടുതലുള്ള ആളുകളുടെ കാര്യം കൂടെ പരിശോധിക്കാം. വയോജനങ്ങളുടെ എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളുടെ നമ്മൾ പരിശോധിച്ചാൽ ഹർഷ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ്. കാരണം വളരെ നല്ലത് എന്ന് ഏതാണ്ട് ചെറുപ്പക്കാർ പറഞ്ഞ അതേ നമ്പർ തന്നെ 22.80% പേര് വളരെ നല്ലത് എന്ന് ഈ സർക്കാരിനെ പറ്റി അഭിപ്രായം രേഖപ്പെടുന്നു. നല്ലത് എന്ന് 25.60% പേര് പറയുന്നു. ശരാശരി എന്ന് പറയുന്നത് 25.50% പേരുണ്ട്. മോശം എന്ന് പറയുന്നത് 15.10%. വളരെ മോശം എന്ന് 6% പേര് പറയുന്നു. അഭിപ്രായം പറയാത്തവർ 4.9%. ഇതിനകത്തേക്ക് പോയ ഹർഷ, അതായത് ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്കും പ്രായ കൂടുതലുള്ളവർക്കും സർക്കാരിനെ പറ്റി പൊതുവിൽ ഒരു മതിപ്പുണ്ട്. 36 മുതൽ 50 വയസ്സ് വരെയുള്ള 56 വയസ്സ് വരെ ഉള്ളവർക്കാണ് അത്ര മതിപ്പ് പോരാത്തത്. അതാണ് ഈ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ സർക്കാർ എന്ന് വെച്ചാൽ ഇത് അല്പം ഒന്ന് പോരാ എന്നൊരു അഭിപ്രായം കൂടുതലുള്ള ആളുകൾ ആ പ്രായത്തിലുള്ളവരാണുള്ളത്. പെൻഷൻ കിട്ടുന്ന മനുഷ്യർക്കും ഒരു ആളുകൾ കൂടുതൽ ഇതൊക്കെ മാറിമറിയും. നമ്മൾ പറയുന്ന ആളുകൾ കൂടുതൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന് അനുകൂലമായിട്ടാണെന്ന് കാണാം. ചെറുപ്പക്കാർക്കും ഈ സർക്കാർ തരക്കേടില്ല എന്നൊരു തോന്നലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? റൈറ്റ്. അതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാനില്ല. കാരണം വന്ന സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പറയുന്നത്. വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് ഈ കണക്കുകളിൽ വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് സർക്കാരിനെ വിലയിരുത്തുന്നത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. സനീഷെ, ആ മതവിഭാഗങ്ങൾ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ അതെല്ലാം എങ്ങനെയാണ് എന്നുള്ളത്. മുസ്ലിങ്ങൾ നോക്കിയാൽ 16.3% പേരാണ് വളരെ മികച്ചതാണ് ഈ സർക്കാർ എന്നുള്ള അഭിപ്രായം പറയുന്നത്. 18.5% പേരാണ് മികച്ചത് എന്നുള്ള അഭിപ്രായമുള്ളത്. ശരാശരി എന്ന് 33% പേർക്കാണ് അഭിപ്രായം. മോശമെന്ന് 18.2% പേർക്ക് മോശമെന്ന അഭിപ്രായമാണ്. ഈ സർവേയിൽ പങ്കെടുത്തവരുടെ കാര്യമാണ് കേട്ടോ. വളരെ മോശമെന്ന് 9% പേർക്കാണ് അഭിപ്രായമുള്ളത്. അഭിപ്രായമില്ലാത്തവർ 5%. ഇനി ക്രിസ്ത്യാനികളുടെ കാര്യം എടുത്താൽ കേരളത്തിൽ 11.2% ഇത് വളരെ മികച്ചതാണ്. 21.4% മികച്ചതാണ്. 41.1% ഇത് ശരാശരി മാത്രമാണ്. 17.3% മോശമാണ്. 5.5% ഇത് വളരെ മോശമാണ് ഈ സർക്കാർ. ഹിന്ദുക്കളുടെ കാര്യം എടുത്താൽ 23.6% വളരെ മികച്ച സർക്കാരാണ് എന്നുള്ളതാണ് 23.6% പേർ പറയുന്നത്. മികച്ചത് എന്ന് 30.7% പേരാണ് പറയുന്നത്. 25.2% പേരാണ് ഇത് ശരാശരിയാണെന്ന് പറയുന്നത്. മോശമെന്ന് പറയുന്നത് 12.8%. വളരെ മോശമെന്ന് പറയുന്നത് 4.9%. അഭിപ്രായമില്ലാത്തത് 2.8% പേർക്കാണ്. ഇനി നിരീശ്വരവാദികളെ നമ്മൾ വിട്ടിട്ടില്ല, അവരുടെ അഭിപ്രായം കൂടിയുണ്ട്. 35.7% നിരീശ്വരവാദികൾ ഇത് വളരെ മികച്ചതാണ് എന്ന് പറയുന്നു.
35.7% പേര് തന്നെ മികച്ചതാണ് എന്ന് പറയുന്നു. 14.3% പേർക്ക് ഇത് ശരാശരിയാണ്. 10.7% പേർക്ക് ഇത് മോശമാണ് എന്നതാണ് ഇതിലെ അവസ്ഥ. അഭിപ്രായമില്ലാത്തവർ 3.6% പേരാണ്. സനീഷ്, ഇതാണ് മതങ്ങൾ തിരിച്ചു നോക്കിയാൽ ഞാനതിൽ ശ്രദ്ധിച്ചത് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ശരാശരിയായിട്ട് കൂടുതൽ ആളുകൾ ശരാശരി സർക്കാരാണെന്ന് കൂടുതൽ പേര് രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. മുസ്ലിം വിഭാഗത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ, ഒരു സബ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എടുത്താൽ അതിന് ഈ ശതമാന കണക്കുകൾ നൽകുന്ന വിവരം ഇതാണ്. വളരെ നല്ലതാണ് എന്ന് മുസ്ലിം വിഭാഗത്തിൽ പറയുന്ന ആളുകളുടെ ശതമാന കണക്ക് 16.30%. നല്ലത് എന്ന അഭിപ്രായം 18.50% പേർക്കുണ്ട്. ശരാശരി എന്ന് 33% പേര്. അത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ച് വ്യത്യാസമുള്ള വലിയ കണക്കാണത്. 33% പേര് ശരാശരി എന്ന അഭിപ്രായം രേഖപ്പെടുന്നു. മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് 18.20% പേരാണ്. വളരെ മോശം എന്ന അഭിപ്രായം മുസ്ലിം ജനസാമാന്യത്തിനകത്ത് 9% പേർക്കുണ്ട്. അഭിപ്രായമില്ല എന്ന് 5% പേര് ഞങ്ങളോട് ആ ഒരു നിലപാട് സ്വീകരിച്ചു. ക്രിസ്ത്യാനികളുടെ വിലയിരുത്തൽ, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഇതിനകത്ത് സർവേയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിൻ്റെ കണക്കിങ്ങനെയാണ്. വളരെ നല്ലത് എന്ന് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ 11.20% പേര് പറഞ്ഞു. നല്ലത് എന്ന് 21.40% പേരും, ശരാശരി എന്ന് വലിയ നമ്പർ 41.10% പേരും പറഞ്ഞു. മോശം എന്ന് 17.30% പേരും, 5.50% പേർ വളരെ മോശമെന്നും പറഞ്ഞു. അക്കാര്യത്തിൽ 3%-ലേറെ ആളുകൾ 3.50% പേര് അഭിപ്രായമില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ കൂടെ നോക്കിയാൽ ഹിന്ദു മത വിശ്വാസികളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ 23.60% പേരാണ് വളരെ നല്ലതാണ് ഈ സർക്കാർ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. പിണറായി സർക്കാർ നല്ലതാണ് എന്ന അഭിപ്രായം 30.70% പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരാശരി എന്ന അഭിപ്രായം 25.20% പേർക്കുണ്ട്. 12.80% പേര് മോശമാണ് ഈ സർക്കാർ, പിണറായി സർക്കാർ, രണ്ടാം സർക്കാർ മോശമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. 4.90% പേർക്ക് വളരെ മോശമാണ് ഈ സർക്കാർ എന്ന അഭിപ്രായമുണ്ട്. 2.80% പേര് അഭിപ്രായമില്ല എന്ന അഭിപ്രായത്തിലേക്കാണ് എത്തിയത്. അതായത് ഹർഷ, ഇത് വെച്ചിട്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങളിലേക്കൊന്നും നമുക്കൊരു ചർച്ചയിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ അത് നൽകുന്ന സൂചന, അതായത് മൊത്തത്തിൽ നമ്മളുടെ ഒരു റിപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ് ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ തക്കവണ്ണമുള്ള ചില വിവരങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, സാധാരണ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവിധ സാമുദായിക വിഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വോട്ട് ലഭിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഒരു 30%-ഒക്കെയാണ്, 30%-33% വോട്ടുകളാണ് ശരാശരി ഇടതു മുന്നണിക്ക് ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഈ കണക്ക് ഏതാണ്ട് അതിനോട് ഒപ്പിച്ചു വരുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. 34% പരമാവധി ഇടതു മുന്നണിക്ക് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതും ഏതാണ്ട് ആ കണക്ക് ആ മട്ടിൽ തന്നെ ഈ സാമ്പിളിൽ നിന്ന് നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാം. അത് ഹിന്ദുക്കളുടെ കണക്കിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇതുവരെ പരിശോധിച്ചത് സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നാണ്. അതായത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മുടെ സർവേക്കകത്ത് ഈ സർക്കാരിൻ്റെ പ്രകടനം എങ്ങനെയെന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാവുന്നൊരു കാര്യം, സർക്കാരിനെ പറ്റിയിട്ട് ഇത് ഞാൻ ഹർഷനോട് പറയുന്നത്, ഞാനിപ്പോൾ ഒരു 5 ജില്ലകൾ ഈ പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ മാസമൊക്കെ ആയിട്ട് കടന്നു വന്നല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൊതുവിൽ എതിർപ്പ് പറയാനുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ നല്ല സർക്കാരാണെന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത് മോശം സർക്കാരല്ല എന്ന അഭിപ്രായമുള്ള ആളുകളെയാണ് നമ്മൾ തെരുവിലും കാണുന്നത്. ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതല്ല, അതിലേക്ക് സർക്കാർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്. അതാണ്, അതായത് വോട്ട് ചെയ്യുന്ന എങ്ങനെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവരുടെ അഭിപ്രായം എങ്ങനെയെന്നൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. സർക്കാരിനെ കുറിച്ച് എന്തായാലും മതിപ്പുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇത് തരക്കേടില്ലാത്ത സർക്കാരാണ് എന്ന അഭിപ്രായമുള്ളവരാണ് ഇത് മോശം സർക്കാരാണ് എന്ന അഭിപ്രായമുള്ള ആളുകളെക്കാൾ കൂടുതലുള്ളത്. അതാണ് നമ്മൾ കാണുന്നത്. വിവിധ ജാതി സാമുദായിക വിഭാഗങ്ങളുടെ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ കൂടി ഇതിനൊപ്പം നമുക്ക് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ഓരോ സമുദായക്കാരും ഏത് തരത്തിലാണ്, ജാതി വിഭാഗങ്ങൾ ഏത് തരത്തിലാണ് ഈ സർക്കാരിനെ കുറിച്ച് വിലയിരുത്തുന്നത് എന്നതുകൂടിയാണ് നമ്മൾ വളരെ വേഗത്തിൽ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ജനറൽ വിഭാഗം വളരെ നല്ലത് എന്ന് പറയുന്നത് 21% പേരാണ്. മികച്ചത് എന്ന് പറയുന്നത് 23.3% പേരാണ്. ശരാശരി എന്ന് 28.9% പേർക്കാണ് വിലയിരുത്തലുള്ളത്. മോശം എന്ന് പറയുന്നത് 16.9%. ഇത് ശ്രദ്ധിക്കണം, ജനറൽ 16.9% ഇത് മോശം എന്നാണ് പറയുന്നത്. വളരെ മോശമെന്ന് 6.2%, അഭിപ്രായമില്ല എന്ന് 3.6% പറയുന്നത്.
OBC വിഭാഗത്തെക്കുറിച്ച് നോക്കിയാൽ 18.4% പേരാണ് വളരെ മികച്ചത് എന്ന് പറയുന്നത്. ഇതാണ് ഒരു പതിവ് രീതിയിൽ നമ്മുടെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു കൗതുകകരമായ ചില വിവരങ്ങൾ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. 18.4% പേർ വളരെ മികച്ചത് എന്ന് പറയുന്നു. മികച്ചത് എന്ന് 27.6% പേർ പറയുന്നു. ശരാശരി എന്ന് 30.6% പേർ, മോശമെന്ന് 13.9% പേരും, വളരെ മോശമെന്ന് 6.2% പേരും, അഭിപ്രായമില്ലെന്ന് 3.4% പേരും പറയുന്നുണ്ട്. SC വിഭാഗത്തിലേക്ക് വന്നാൽ 28.9% പേര് ഇത് വളരെ മികച്ചതാണ് എന്നാണ് ഈ സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. മികച്ചത് എന്ന് 28.8% പേര് പറയുന്നു. ശരാശരി എന്ന് 22.9% പേരാണ് പറയുന്നത്. മോശമെന്ന് 12.5% പേർ, വളരെ മോശമെന്ന് 4% പേർ, അഭിപ്രായമില്ലാത്തത് 2.9% പേർക്കാണ്. ST വിഭാഗത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ 22.2% പേർക്ക് ഇത് വളരെ മികച്ച സർക്കാരാണ്. 31.4% പേർക്ക് ഇതൊരു മികച്ച സർക്കാരാണ്. 27% പേർക്ക് ഇതൊരു ശരാശരി സർക്കാർ മാത്രമാണ്. 13.3% പേർക്ക് ഇത് മോശം സർക്കാരാണ്. 3.8% വളരെ മോശമാണ്. അഭിപ്രായമില്ലാത്തത് 2.4%. ഇനി ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ, കാരണം പ്രത്യേകിച്ച് 2 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. നേരിട്ട് മത്സരിക്കുന്ന സ്ഥിതിയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതിനപ്പുറത്ത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ ഉടനീളമുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ 19.1% പേർക്ക് ഇത് വളരെ മികച്ച സർക്കാരാണ്. 19.1% പേർക്ക്, 58.8% പേർക്ക് ഇത് മികച്ച സർക്കാരാണ്. 11.8% പേർക്ക് ഇത് ശരാശരി സർക്കാർ മാത്രമാണെങ്കിൽ 4.4% പേർക്ക് ഇത് മോശം സർക്കാരാണ്. 2.9 വളരെ മോശം, അഭിപ്രായമില്ലാത്തത് 2.9% പേർക്കാണ്. മൊത്തം കണക്ക് നമ്മൾ നേരത്തെയും പരിശോധിച്ചതാണ്. ഇതാണ് സർക്കാരിനെ കുറിച്ചുള്ള പൊതുവിലയിരുത്തൽ. ജാതി സമവാക്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ സനീഷ് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? വളരെ നല്ലത് എന്ന് പറയുന്ന വിഭാഗത്തിൽ, അതായത് ജനറൽ വിഭാഗത്തിൽ വളരെ നല്ലത് എന്ന് പറയുന്നതിനേക്കാൾ കുറവാണ് OBC വിഭാഗത്തിൽ വളരെ നല്ലത് എന്ന് പറയുന്ന ആൾ. അതെയാണ് അതിനകത്ത് ഹർഷ, നമ്മളിത് 3 ഈ പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ ശരാശരി എന്ന് പറഞ്ഞാൽ മോശം സർക്കാർ എന്ന അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇവർ നല്ലതല്ല, വളരെ മികച്ചതല്ല, പക്ഷേ തരക്കേടില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ. 2ാം തവണയും ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് തരക്കേടില്ല എന്ന ശരാശരി അഭിപ്രായം പറയുന്ന ആളുകളുടെ എണ്ണം കൂടെ ചേർത്താൽ LDFകാർക്ക് ഞങ്ങളുടെ സർക്കാർ നല്ലതാണല്ലോ, വളരെ നല്ലതാണല്ലോ എന്നൊരു അഭിപ്രായം ഒരു സന്തോഷം ഉണ്ടാകാനുള്ള കാരണമാണ്. നമുക്കൊന്ന് PG അനിലേക്ക് ഒന്നുകൂടെ പോയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാം. ശ്രീ അനിൽ, ഇതിനകത്ത് ഇപ്പം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെയും ഈ ജനസംഖ്യയുടെ ഈ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ നാട്ടിൽ മനുഷ്യർ ജീവിക്കുന്ന പല സബ്സെക്ഷനുകളായിട്ട് പരിശോധിച്ചു. അത് ചെറുപ്പക്കാരും പ്രായത്തിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ, പിന്നെ പല ഭാഷാ ന്യൂനപക്ഷങ്ങളടക്കമുള്ള വിഭാഗങ്ങളാണെങ്കിൽ അങ്ങനെ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നൊരു സൂചന ഈ പറയുന്നത് പോലെ സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല, അല്ലെങ്കിൽ സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായമുള്ള ആളുകളുടെ എണ്ണം കുറവാണ് എന്ന തരത്തിലുള്ളൊരു കാര്യമാണ് ഇടതുപക്ഷ പ്രവർത്തകർക്കും മറ്റു ഇതിനകത്ത് നിന്ന് കിട്ടുക. അത് ആ നിലക്ക് നമ്മളെല്ലാവരോടും ഈ പറയുന്ന സ്ത്രീ പുരുഷൻ പ്രായം അതുപോലെ തന്നെ ഏത് സാമുദായിക വിഭാഗങ്ങളിൽ പെടുന്നതാണ് എന്നതൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ പോയത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുവരെ നമ്മളിവിടെ പുറത്തുവിട്ട സർവേയുടെ ടേബിൾസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന കുറേ പരമ്പരാഗതമായി നിലനിൽക്കുന്ന കുറേ പാറ്റേൺസ് പൊതുവിൽ കാണാൻ കഴിയും. അതോടൊപ്പം ചില മാറ്റങ്ങൾ ഇപ്പോൾ പ്രധാനമായും കാണാൻ കഴിയുന്നത് മികച്ച സർക്കാർ എന്ന രീതിയിലേക്ക് ഉള്ള ഈ കമ്മ്യൂണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറി വൈസുള്ള ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് OBC വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയ മാറ്റം ഒരു സൂചകമായിട്ട് വേണമെങ്കിൽ കാണാമെന്ന് തോന്നുന്നു. മറ്റ് കാര്യങ്ങളിൽ ഏതാണ്ട് കൃത്യമായി തന്നെ ജനസംഖ്യാപരമായിട്ടുള്ള അനുപാതം കൃത്യമായിട്ട് ഇതിനകത്ത് പ്രകടമായിട്ടുണ്ട്. നമ്മുടെ ഈ ഫൈൻഡിങ്സിനകത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ പ്രത്യേകിച്ച് മതം തിരിച്ചുള്ള പരിശോധനകളിലെല്ലാം ഹർഷം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ വോട്ടിംഗ് പാറ്റേണുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ശൈലി തന്നെയാണ് അതിനകത്ത് കാണുന്നത്. പ്രത്യേകിച്ചും ഈ പൊളിറ്റിക്കലി കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന മതങ്ങളുടെ നിലപാടുകൾ ഈ പാറ്റേണിൽ കുറച്ചുകൂടി സംഘടിതമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് തോന്നുന്ന കാര്യം. ശരി, നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടെ വളരെ പെട്ടെന്ന് പരിശോധിച്ചിട്ട് വരാം. അതായത് നമ്മളൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. സർക്കാർ അഭിമാന പദ്ധതിയായി കണക്കാക്കുന്ന പെൻഷൻ വിതരണം കാര്യക്ഷമമാണോ എന്നൊരു ചോദ്യം ഈ സർവേയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതോട് എങ്ങനെ ആളുകൾ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്, പെൻഷൻ ഫലിച്ചോ എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ അവർ പ്രതികരിച്ച ആളുകളിൽ വളരെ നല്ലതാണ് എന്ന അഭിപ്രായം 31.40% പേര് രേഖപ്പെടുത്തി.
അത് 34.40% പേര് പെൻഷൻ വളരെ നല്ലതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. വളരെ നല്ലത് 31.40%, 34.40% നല്ലത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ശരാശരി എന്ന അഭിപ്രായം 23.90% പേര് പറഞ്ഞു. മോശമാണ് എന്ന അഭിപ്രായം പറഞ്ഞവർ 7.90% പേരാണ്. വളരെ മോശം എന്ന അഭിപ്രായം പറഞ്ഞത് 2.40% പേരാണ്. അതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്വാഭാവികമാണ് ആ മട്ടിൽ തന്നെ. കാരണം പെൻഷൻ കിട്ടുക എന്നുള്ളത് ഒരു നല്ല കാര്യമായി തന്നെയാണല്ലോ പരിഗണിക്കപ്പെടുന്നത്. യഥാസമയം അത് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് പരാതിയായി വരിക. ഇപ്പോൾ ഇത് 2500 വാഗ്ദാനം ചെയ്തു, പക്ഷേ 2000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുടിശ്ശികയില്ലാതെ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോഴേക്ക് ഒപ്പിച്ച് കൊടുത്ത് തീർക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തരക്കേടില്ലാത്ത നല്ല ഒരു നീക്കമായി തന്നെ. അതൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഈ പെൻഷൻ കുറച്ചു കാലം മുടങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്ക് പെൻഷൻ കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നേരത്തെ പറയുന്നത് മുഴുവൻ സമ്പൂർണ്ണമായിട്ട് പാലിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാവുന്ന സമഗ്രമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ആ കാലത്ത് ആയിരുന്നെങ്കിൽ ഇതായിരുന്നല്ലോ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ നമ്മൾ സർവേ നടപടികളായിട്ട് മുന്നിലേക്ക് ചെല്ലുമ്പോൾ സംതൃപ്തരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത് എന്ന് വേണം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു നമുക്കത് അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതിങ്ങനെയാണ്, കിഫ്ബിയുടെ അടക്കം സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ റോഡ് വികസനത്തെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, റോഡ് വികസനത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്. റോഡ് വികസനം കുതിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ 23.40% പേര് വളരെ നല്ലതാണ് നമ്മുടെ റോഡുകളുടെ മുന്നോട്ട് പോക്ക്, റോഡുകളുടെ പുരോഗതി എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. 33.50% പേർക്ക് നല്ലതാണ് നമ്മുടെ റോഡുകൾ, ഈ സർക്കാരിൻ്റെ കാലത്തെ റോഡുകൾ എന്ന അഭിപ്രായമുണ്ട്. 27.70% പേർക്ക് ശരാശരി എന്ന നിലപാടാണ്, അഭിപ്രായമാണുള്ളത്. മോശം ആണ് ഈ മേഖലയിലെ സർക്കാരിൻ്റെ പ്രവർത്തനമെന്ന് 11.80% പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. വളരെ മോശമെന്ന് 3.60% പേര് ആ അഭിപ്രായം രേഖപ്പെടുത്തി. നിശ്ചയമാണ് ഇത് ഈ പറയുമ്പോൾ നമ്മുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന അഭിപ്രായമാണത്. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി വർഷം ഓർക്കണം. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആകെത്തുകയിലെ വിലയിരുത്തലുകളുടെ സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല, ചോദ്യങ്ങളും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായ വിഷയങ്ങളിലേക്ക് നമ്മൾ വരാനിരിക്കുകയാണ്. പക്ഷേ ഈ റോഡ് വികസനം ഇത് നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണല്ലോ, അല്ലെങ്കിൽ വീടിന് മുന്നിലുള്ള റോഡാണല്ലോ, ആ റോഡ് എങ്ങനെ കിടക്കുന്നു എന്ന് നോക്കി എന്ന് വിലയിരുത്തിയാൽ തന്നെ ഈ ആൻസറിലേക്ക്, ഈ ഉത്തരത്തിലേക്ക് വരും. പിന്നെ അത് മോശമെന്നോ വളരെ മോശമെന്നോ ഉള്ള തലത്തിലേക്ക് പോകുന്നത് സ്വാഭാവികമായും അത് രാഷ്ട്രീയം കൂടി അതിൽ കലർന്നിട്ടുണ്ടാകും. അതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടാകും. നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടെ നോക്കാം. അർഹമായ വിഹിതം തരാതെ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നു എന്ന് നിരന്തരം പരാതിപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാണോ എന്നൊരു ചോദ്യം, അതോടെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പ്രതികരിച്ച ആളുകളിൽ 19.80% പേര് വളരെ നല്ലതാണ് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് പിണറായി സർക്കാരിൻ്റെതെന്ന് പറഞ്ഞു. 24.10% പേര് നല്ലതാണ് എന്ന് പറഞ്ഞു. 32.30% പേര് ശരാശരി എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 17.20% പേര് മോശം എന്നും 6.60% പേര് വളരെ മോശം എന്നും ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇത് നമുക്ക് അങ്ങനെ പരിശോധിക്കാം. റോഡും പെൻഷനും പോലെയല്ല ധനകാര്യ മാനേജ്മെന്റ് എന്നതിലേക്ക് ആളുകൾ പയ്യെ എത്തുന്നതാണ്. അതാണ്, അതായത് ഇതിന്റെ ശതമാനക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡും പെൻഷനും ഒക്കെ ഗംഭീരമാണ് എന്ന് പറഞ്ഞ ആളുകൾ പക്ഷേ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ മോശമല്ല, അതായത് മോശം എന്നുള്ളത് 17.2% ഉള്ളൂ. വളരെ മോശം എന്നുള്ളതും അതിനനുസരിച്ച് നോക്കാം. വളരെ മോശം എന്നുള്ളത് 3.40% ഉള്ളൂ. ശരാശരി മുതൽ മുകളിലേക്ക് നോക്കിയാൽ സർക്കാരിന് തരക്കേടില്ലാതെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്നവരാണ് ജനം. വേഗത്തിൽ ഓരോന്ന് എടുത്തു പോകാം. അതായത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ കേരളം നേരിട്ട ഈ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തങ്ങൾ എങ്ങനെ നേരിട്ടു? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടുള്ള മറുപടി നമുക്ക് നോക്കാം. അതായത് വളരെ നല്ലതാണ് എന്ന് 32.30% പേര് പറഞ്ഞു. നല്ലതാണ് എന്ന് 32.90% പേര് പറഞ്ഞു. ശരാശരിയാണ് എന്ന് 22.70% പേര് പറഞ്ഞു. മോശം ആണ് എന്ന അഭിപ്രായം 8.70% പേർക്ക് മാത്രമേ ഉള്ളൂ. വളരെ മോശമാണെന്ന അഭിപ്രായം 3.40% പേർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട ചോദ്യങ്ങളിൽ ഈ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്പർ വന്നത് എന്ന് നമ്മൾ നോക്കണം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്തിൻ്റെ ആകെ ഒരു അഭിപ്രായം ഈ നിലക്കാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ആ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുരന്തങ്ങൾ നേരിട്ട രീതി സംബന്ധിച്ച് നമുക്ക് നോക്കാം. അതായത് 32.3 ഇതാണ് നമ്മൾ കണ്ടത്. ദുരന്തങ്ങൾ നേരിട്ട രീതിയോട് സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്, അതാണല്ലോ 2ാം സർക്കാരിലേക്ക് നയിച്ചത്. അപ്പോൾ കോവിഡ് കാലത്ത് കണ്ടതുപോലെ തന്നെ വയനാടടക്കമുള്ള ദുരന്തങ്ങളോട് പോസിറ്റീവായിട്ട് സർക്കാർ പ്രതികരിച്ചു എന്ന അഭിപ്രായമാണ് വലുതായിട്ടുള്ളത്. വളരെ മോശവും എന്ന് പറയുന്നതിൽ ഈ പറയുന്ന പോലെ ഒന്ന് അത്തരം ചില സംഗതികളിൽ വന്ന വീഴ്ചകളുടെ ആഘാതമേറ്റ ചില മനുഷ്യരുണ്ടാകാം. രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ളൊരു
അഭിപ്രായ പ്രകടനം കൂടിയായിരുന്നു. തീർച്ചയായും. മാത്രമല്ല അതിൻ്റെ ഒരു കാഴ്ച എന്നുള്ളതുണ്ടല്ലോ, ആളുകൾക്ക് എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് കണ്ടറിയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു വളരെ വേഗത്തിൽ സർക്കാർ. അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വയനാട്ടിലെ വീടുകളുടെ ആദ്യഘട്ടം പണി പൂർത്തിയാക്കി കൈമാറുന്ന തലത്തിലേക്കൊക്കെ എത്തിയത് ഒരു പക്ഷേ ഇതിൽ പ്രതിഫലിച്ചിട്ടും ഉണ്ടാകാം കേട്ടോ, ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. അടുത്തതും പ്രധാനപ്പെട്ടതാണ്. 10 വർഷക്കാലം സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തരാണോ എന്ന ചോദ്യം ഈ സർവേയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, വേഗം കണ്ടുപോകാം. അതായത് വളരെ നല്ലതാണെന്ന് 21.30% പേര് പറഞ്ഞു, നല്ലതാണെന്ന് 29.60% പേര് പറഞ്ഞു, ശരാശരിയാണെന്ന് 29% പേര് പറഞ്ഞു, 14.50% പേര് മോശമാണെന്നും 5.60% പേര് വളരെ മോശമാണെന്നും ഈ വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇതും ഈ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായും. കാരണം ഓരോ കാര്യത്തിലും വളരെ പ്രോആക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കഴിഞ്ഞു പോയ 5 എണ്ണത്തിൽ റോഡിൻ്റെ കാര്യത്തിലും പെൻഷൻ്റെ കാര്യത്തിലും ദുരന്തങ്ങളെ നേരിട്ട കാര്യത്തിലുമൊക്കെ ആ മട്ടിൽ തന്നെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈ കാര്യങ്ങളിൽ, അതായത് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ അങ്ങ് വോട്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് അടുത്തായിട്ട് വരുന്നത്. അതായത് അത്രയ്ക്ക് അങ്ങ് വോട്ട് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാനുള്ളത്. സമീപകാലത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ട സർക്കാർ ആശുപത്രികളുടെ നിലവാരം. അതായത് സർക്കാർ ആശുപത്രികളുടെ നിലവാരം നല്ലതാണെന്ന് അവർ പറയുമ്പോൾ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില കുഴപ്പങ്ങളുണ്ടായി. ജനം എങ്ങനെയാണ് നോക്കുകയാണെന്ന് നമുക്ക് നോക്കാം. സർക്കാർ ആശുപത്രികൾ എങ്ങനെയാണെന്ന് വളരെ നല്ലത് എന്ന് 21.80% പേര് പറഞ്ഞു, 26.80% പേര് നല്ലതാണ് എന്ന് അഭിപ്രായം രേഖപ്പെടുത്തി, 28.50% പേര് ശരാശരിയാണെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി, മോശം എന്ന് 15.70% പേരാണ് അഭിപ്രായപ്പെട്ടത്, 7.20% പേർക്ക് വളരെ മോശമാണ് എന്ന അഭിപ്രായമാണുള്ളത്. ഇതിനകത്ത് ഒരുപക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരും CPM-കാരും ഒക്കെ ഈ നമ്പറിൽ അത്രയ്ക്ക് തൃപ്തരായിരിക്കില്ല. കാരണം അവർ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതാണ് എന്നും സംസ്ഥാനത്തെ ആശുപത്രികൾ വളരെ മികച്ച നിലവാരത്തിലുള്ളവരാണ് എന്നും വിചാരിക്കുന്നതാണ്. ഇത് തെറ്റില്ലാത്ത, തരക്കേടില്ലാത്തൊരു നമ്പറാണ് ഈ ശരാശരി വരെയുള്ളത് കാണുന്നതെങ്കിലും അവരതേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതെ, തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റോഡിനും പെൻഷനും പ്രതീക്ഷിച്ച മട്ടിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ആ മട്ടിൽ ജനങ്ങൾ കരുതുന്നില്ല. പക്ഷേ തരക്കേടില്ല, കൊള്ളാം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പൊതു. നമുക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇടവേളയിലേക്ക് പോയിട്ട് വരാം. അതെ, അതായത് ധാരാളം വിവരങ്ങളാണ്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമ്മൾ വരാനിരിക്കുന്നു. ഇതിൻ്റെ തന്നെ ഈ ഉത്തരങ്ങൾ പറഞ്ഞവരുടെ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക്